ഇന്നത്തെ ഏറ്റവും പുതിയ കങ്കുവ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യയുടെ 2.5 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമ ആദ്യ വീക്കെൻഡ് തിയേറ്ററുകളിൽ പിന്നിട്ടിപ്പോഴത് 5ാം ദിവസത്തിലേക്ക് സിനിമയുടെ ആദ്യ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വർക്കിംഗ് ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ആദ്യമേ വരികയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 84 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഇന്നലെ മാത്രം 14 കോടി വേൾഡ് വൈഡ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച കളക്ഷനേക്കാൾ പകുതിയിൽ താഴെ കളക്ഷനെ ഇന്ന് തിങ്കളാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ 7 കോടിയിൽ താഴെ 5 കോടി രൂപയ്ക്ക് മുകളിലാണ് 5ാം ദിവസമായി ഇന്ന് കങ്കുവ എന്ന സിനിമയ്ക്ക് ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കങ്കുവയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ഇന്നലെ പ്രതീക്ഷ കളക്ഷനിലേക്ക് സിനിമ യഥാർത്ഥത്തിൽ ഇന്നത്തെ 5ാം ദിവസത്തെ കളക്ഷനോട് എത്തപ്പെടുമെന്നാണ് നിലവിലെ സിനിമയുടെ ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് 90 കോടിയിലേക്ക് കങ്കുവ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എത്തുകയാണ്. അടുത്ത സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുക എന്നാണ്. ഫൈനൽ കളക്ഷനിൽ അതിലേക്ക് എത്തപ്പെടുമോ എന്നതാണ് അവസാനമായിട്ട് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഞായറാഴ്ചയേക്കാൾ കളക്ഷൻ വർധന ഇന്ന് തിങ്കളാഴ്ച സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 15 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 25 ലക്ഷത്തിൽ താഴെയാണ് ഗ്രോസ് എങ്കിൽ ഇന്ന് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 6 കോടി കടക്കുകയാണ്. സൂര്യചിത്രം കങ്കുവ എന്ന സിനിമയുടെ 12 മിനിറ്റ് കട്ട് ചെയ്ത വെർഷനാണ് ഇന്ന് രാത്രി മുതൽ തിയേറ്ററുകളിൽ ഓടുന്നത് എന്നുകൂടി പ്രത്യേകം പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. കാത്തിരിക്കൂ കങ്കുവ എന്ന സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.